നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2025 വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം, അതായത് ഉത്രത്തിൻ്റെ 1-ാം പാദം ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും ഈ വർഷം ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. മെയ് 18 രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കുന്നു. 2025 ഒക്ടോബർ 17 വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. പിന്നീട് ഡിസംബർ 4 വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിലേക്ക് തിരികെ വരുന്നു. അതിനുശേഷം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് 2026 ജൂൺ മാസത്തിലാണ്. അങ്ങനെ വ്യാഴം ഈ വർഷം 3 രാശി മാറുന്നുണ്ട്. കൂടുതൽ സമയക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ വർഷഫലം സാധാരണ പറയാറ്. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. മാസഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാരുടെ 2025 വർഷം എങ്ങനെയായിരിക്കുമെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ചിങ്ങക്കൂറുകാരുടെ ഈ വർഷത്തെ ധനസ്ഥിതിയുടെ കാര്യം ചിന്തിച്ചാൽ ധനാഗമനം വർദ്ധിച്ചു തന്നെ നിൽക്കും. അപ്രതീക്ഷിതമായി ധനനേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ആദ്യ പകുതിയിൽ ധനച്ചിലവുകളും വർദ്ധിക്കും. പിന്നീട് ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനും ആകും. ധാരാളം നിക്ഷേപങ്ങൾ ഉണ്ടാകാനും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായും കാണാം. കർമ്മരംഗത്ത് വളരെയധികം സന്തോഷം, തൊഴിൽ മാറ്റം, ചില മേഖലയിലുള്ളവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ കാണാനും ആകും. കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും. വർഷാവസാനത്തോടെ കർമ്മരംഗം പുഷ്ടിപ്പെടുകയും കഠിനാധ്വാനത്തിന് ഫലം കാണാനും ആകും. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവ ലഭിക്കാനും നിലവിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനും ആകും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ഗുണപ്രദമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ പ്രയാസങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നാലും പിന്നീട് അത് പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ദീർഘകാലം നിക്ഷേപങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഉയർച്ചയും അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്താൽ തൻ്റെ ലക്ഷ്യം കൈവരിക്കാനാകും. ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കാനും ആകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. വിദ്യാഭ്യാസ ലോണുകൾക്കും അനുമതി ലഭിക്കും. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനും കാലതാമസം നേരിടാനും ഇടയുണ്ട്. ഗ്രഹനിലകൾ നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടാകണം. അപമാനിതരാകാൻ ഇടയുണ്ട്. ചതിയിൽ അകപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. പ്രണയിതാക്കൾക്കും ആദ്യ മാസങ്ങളിൽ അത്ര ഗുണപ്രദമാകണമെന്നില്ല. പിന്നീട് പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. ദമ്പതികളുടെ ഇടയിലായാലും ആദ്യ മാസങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു സുഖക്കുറവ്, സന്തോഷക്കുറവ് എന്നിവ അനുഭവപ്പെട്ടേക്കാം. മുതിർന്നവരുടെ സഹായം ലഭിക്കും. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സുഖകരമായി മുന്നോട്ടു പോകാനാകും. ബന്ധുക്കളുമായി നല്ല സന്തോഷാനുഭവങ്ങൾ പങ്കിടാൻ അവസരങ്ങൾ ഉണ്ടാകും.
കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാൻ ഇടയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബകാര്യങ്ങളിൽ രണ്ടാം പകുതിയിൽ അത്ര ഗുണപ്രദമാകണമെന്നില്ല. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയിലായിരിക്കും ബന്ധം ഊഷ്മളമാകുന്നത്. ആദ്യ പകുതിയിലാകട്ടെ അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും സാധിക്കും. അവരുടെ ക്ഷേമത്തിനായി പ്രയത്നിക്കേണ്ടി വരും. അവരുടെ സന്തോഷാനുഭവങ്ങളിൽ പങ്കുചേരാൻ അവസരങ്ങൾ ഉണ്ടാകും. അവരുടെ വിവാഹകാര്യങ്ങൾ നടന്നു കിട്ടുന്നത് വഴിയോ അവരുടെ ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയോ പേരക്കിടാങ്ങളെ കണ്ട് സന്തോഷാനുഭവങ്ങൾ പങ്കിടാനും അവസരങ്ങൾ വന്നു ചേരും. ആദ്യ പകുതിയിൽ കടബാധ്യതകൾ വീട്ടി തീർക്കാനും ശത്രുശല്യം കുറയുവാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. ശരീരത്തിന് ക്ഷീണം, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. രക്തദൂഷ്യങ്ങൾ ഉണ്ടാകാം. ബ്ലഡ് പ്രഷർ വർദ്ധിക്കാനിടയുണ്ട്. ഉറക്കക്കുറവ്, മാനസിക പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ദൂരദേശ യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ വർഷത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. പ്രാർത്ഥനകളും വഴിപാടുകളും യഥാസമയം ഉണ്ടായിരിക്കണം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും കുടുംബക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മഹാദേവന് ധാര, പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 2025 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ മനസ്സിൽ വെക്കേണ്ടത്. ഈ ഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളായതിനാൽ കൂടുതൽ ഫലം അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദേവകി ആസ്ട്രോ റിസർച്ച് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പുതുവർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.